എവ്രിവൺ, ആൻജിയോൺ ലേണിംഗിന്റെ PSC ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പല കുട്ടികൾക്കും PSC പഠിക്കുന്ന സമയത്തുള്ളൊരു ഡൗട്ടാണ് ഏതൊക്കെ സോഴ്സസ് ആണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ആ ഒരു സോഴ്സുകൾ കറക്റ്റ് അത് യൂസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൽ നല്ല സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ ആസ്പിറൻസിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എവിടെ നിന്നൊക്കെയാണ് PSC ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നത്, PSC ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, അതായത് എന്താണ് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സോഴ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഈ സോഴ്സസുകളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക. വളരെ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ അബൌട്ട് ദ സോഴ്സസ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇങ്ങനെ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ ഒക്കെ ഇതേപോലെ എവിടെ നിന്നാണ് PSC ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെന്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈസ്രോയി അനക്സ് ഔത്ത് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് മിസ്റൂൾ ഇൻ 1856. അവധ് എന്ന് പറയുന്ന റീജിയൻ മിസ്റൂളിന്റെ അടിസ്ഥാനത്തിൽ ഏത് വൈസ്രോയി ആണ് 1856 അനക്സ് ചെയ്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പോയിന്റ്, ഈ ഒരു സെയിം കാര്യം ഇസ് മെൻഷൻ ഇൻ NCERT ക്ലാസ് 8. NCERT ക്ലാസ് 8 അവർ പാസ്റ്റ് 3 എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ NCERTയിൽ ഇത് ഡയറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, who was the first principal of Bengal National College established during the സ്വദേശി മൂവ്മെന്റ്? നമുക്കറിയാം, പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടന്ന സമയത്ത് അതിന്റെ ഒരു ഇന്ത്യൻ റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ലോഞ്ച് ചെയ്ത മൂവ്മെന്റ് ആയിരുന്നു സ്വദേശി മൂവ്മെന്റ് 1905. ഈ 1905 ഈ സ്വദേശി മൂവ്മെന്റ് നടന്ന സമയത്ത് ഒരുപാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇന്ത്യൻ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ഇന്ത്യൻ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായതാണ് ബംഗാൾ നാഷണൽ കോളേജ്. ഈ ബംഗാൾ നാഷണൽ കോളേജിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ടോപ്പിക് നമുക്ക് ഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? NCERT ക്ലാസ് 8 ഹിസ്റ്ററി തന്നെയാണ്, അവർ പാസ്റ്റ് 3. ഓക്കെ, NCERT ക്ലാസ് 8 ഹിസ്റ്ററി. മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is or are correct about the Indian National Congress? Indian National Congressനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The Indian National Congress was founded in December 1885 by 72 political workers. A.O. Hume, a retired English ICS officer, played an important role in its formation. A powerful and long-lasting myth of the safety valve has arisen around this question. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച്. നമുക്കറിയാം, 1885 മുംബൈയിലാണ് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. A.O. ഹ്യൂം ആണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് നമുക്കറിയാം. W.C. ബാനർജി ആണ് ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് നമുക്കറിയാം. സേഫ്റ്റി വാൽവ് തിയറി, കോൺസ്പിറസി തിയറി, ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി, ഇത്തരത്തിലുള്ള തിയറികളൊക്കെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണെന്നും നമുക്കറിയാം. 72 ഡെലിഗേറ്റ്സ് ആണ് ഇതിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി മെൻഷൻ ഇൻ NCERT ക്ലാസ് 8 ആൻഡ് 12. 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററി NCERTയിലും 12ലെ ഹിസ്റ്ററി NCERTയിലും എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ബേസിക്സിൽ നിന്നാണ്, NCERTസിൽ നിന്നാണ്. അതുപോലെ തന്നെ SCERT ബുക്സ് നമുക്ക് ആവശ്യമുണ്ട്. സോ നമ്മൾ ബേസ് പഠിക്കാതെ അഡ്വാൻസ് കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും നമുക്ക് എക്സാം പാസ്സാവാനായിട്ട് പറ്റില്ല. പല കുട്ടികളുടെയും ഒരു പ്രധാന പ്രശ്നമാണ്, 6ാം ക്ലാസ്സിൽ NCERT ഒക്കെ നമ്മൾ എന്തിനാണ് വായിക്കുന്നത്, അതായത് ചെറിയ കുട്ടികളുടെ ബുക്ക് അല്ലേ, ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ള ഡൗട്ടൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്ന് കാണിക്കാനും കൂടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, question number 4, the INC session of 1920 Indian National Congress ന്റെ 1920 session was endorsed the program of non-cooperation movement. Where was the session held? So 1920 INC session നാഗ്പൂരിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് എവിടെയാണ്? ഇത് ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് NCERT ക്ലാസ് 10ലാണ്. ഓക്കെ,
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 5 രാമകൃഷ്ണ മിഷൻ ഫൗണ്ടറിനെ പറ്റിയിട്ടാണ്. ദ സോഷ്യൽ റിഫോമർ ഹു ഫൗണ്ടഡ് രാമകൃഷ്ണ മിഷൻ. ആരാണ് രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്തെന്നുള്ളതാണ്. അത് ഫൗണ്ട് ചെയ്തത് ആരാണ്? സ്വാമി വിവേകാനന്ദയാണ്. അത് എവിടെയാണ് സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റിനെ പറ്റിയിട്ടും ഈ വിവേകാനന്ദയെ പറ്റിയിട്ടും ഒക്കെ ക്ലാസ് 12 ഹിസ്റ്ററി NCERT-യിൽ ഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സാധനം ഇതേപോലെ തന്നെ ക്ലാസ് 12 NCERT-യിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. The nationalist who propounded the drain theory against British economic exploitation of India. ഈ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം ബ്രിട്ടീഷുകാര് ഇന്ത്യൻ റിസോഴ്സസ് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എന്നുള്ളതാണ് ഡ്രെയിൻ തിയറി. അതായത് ഇന്ത്യയിലെ പോവർട്ടിക്ക്, ദാരിദ്ര്യത്തിന് കാരണം ബ്രിട്ടീഷുകാര് ഇന്ത്യൻ റിസോഴ്സസ് ഒക്കെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുവാണ്. ഈ ഒരു തിയറി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. ഡ്രെയിൻ തിയറി മുന്നോട്ട് വെച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലാണ് ഈ പറയുന്ന തിയറിയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഏതാണ് ഈ ക്വസ്റ്റ്യന്റെ സോഴ്സ്? NCERT ക്ലാസ് 12. അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥാപിതമാവുന്നുണ്ട്. അപ്പൊ അതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫൗണ്ട് ചെയ്യുന്നതിൽ ഇൻസ്ട്രുമെന്റൽ ആയിട്ട് വർക്ക് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഈ സംഭവം കറക്റ്റ് ആയിട്ട് നമ്മുടെ NCERT ക്ലാസ് 12 ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. മോഡേൺ ഹിസ്റ്ററിക്ക് എവിടെ നിന്നൊക്കെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 1933 മഹാത്മാഗാന്ധി വിഡ്രൂ ഫ്രം ഓൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആൻഡ് മേഡ് എ കൺട്രി വൈഡ് ടൂർ. ദിസ് ടൂർ ഈസ് നോൺ ആസ്. അതായത് 1933 എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും വിഡ്രോ ചെയ്തിട്ട് ഗാന്ധിജി ഒരു നേഷൻ വൈഡ് ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടൂറിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി NCERT-യിൽ ഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹരിജൻ യാത്രയാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പൊളിറ്റിക്കൽ സ്വരാജിനെ പറ്റിയിട്ടാണ്. മേരെ പൊളിറ്റിക്കൽ സ്വരാജ് വുഡ് മീൻ ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ദ ഇംഗ്ലീഷ്മെൻ. ഇത് ആരാണ് പറഞ്ഞതെന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇത് NCERT ക്ലാസ് 12 നമുക്ക് കാണാൻ പറ്റും. അടുത്ത് നോക്കാം. അബൌട്ട് ലാഹോർ കോൺസ്പിറസി കേസിനെ പറ്റിയിട്ടാണ്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ഹാങ്ഡ് ഓൺ 23 മാർച്ച് 1931 ഇൻ ദ ലാഹോർ കോൺസ്പിറസി കേസ്. ഈ ലാഹോർ കോൺസ്പിറസി കേസുമായിട്ട് ബന്ധപ്പെട്ട് 1931 മാർച്ച് 23 ഹാങ് ചെയ്യപ്പെട്ട വ്യക്തി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി ഈ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജ്ഗുരു ആണ് അതിന്റെ ആൻസർ. ഇത് നമ്മുടെ NCERT ക്ലാസ് 12 പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭഗത് സിംഗിനെ പറ്റിയും അല്ലെങ്കിൽ രാജ്ഗുരുവിനെ പറ്റിയും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. NCERT ക്ലാസ് 12 പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് NCERT ക്ലാസ് 12 ഹിസ്റ്ററി ആണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് NCERTs നമ്മുടെ എക്സാമിൽ ഇത്രയധികം PSC എക്സാംസിൽ യൂസ്ഫുൾ ആവുന്നത്, അതിന് PSC ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ടോ, NCERTs യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. NCERT ഒരു വളരെ മികച്ച ഒരു ഓതന്റിക് റിസോഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന നമുക്ക് പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. PSCയുടെ മാത്രമല്ല SSC UPSC ഒക്കെ ആണെങ്കിലും നമുക്കൊരു ഓതന്റിക് റിസോഴ്സ് ആയിട്ട് നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബുക്സ് ആണ്. 6ാം ക്ലാസ് മുതൽ 12th വരെയുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സിലബസ് അനുസരിച്ച് മാത്രമാണ് ആവശ്യമുള്ളൂ ഇത്തരത്തിലുള്ള ബുക്സുകൾ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് NCERT പഠിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ 1-on-1 സെഷൻ NCERTs പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സാമിന് അനുസരിച്ച് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. നിങ്ങൾക്കൊരു ഫ്രീ 1-on-1 സെഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ.